യൂത്ത് കോൺഗ്രസ് പോരാളി അല്ലെങ്കിൽ കോൺഗ്രസ് പോരാളി എന്ന് പറഞ്ഞാൽ അത് മുഹമ്മദ് ഷിയാസാണ്. അത് ഒറ്റ പേരേ ഉള്ളൂ. പോരാളി എന്ന് പറയേണ്ട ആവശ്യമില്ല. മുഹമ്മദ് ഷിയാസ് എന്ന് പറഞ്ഞാലും തെറ്റുണ്ടാവില്ല. വളരെ ഉറച്ച ഒരു LDF മണ്ഡലമാണ് കൊച്ചി എന്നുള്ളത് കൊണ്ട് തന്നെ കൊച്ചിയിൽ ഒരു KJ മാക്സിക്ക് അവിടെ വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ ബന്ധങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ലത്തീൻ സഭയുടെ ചില സമ്മർദ്ദങ്ങൾ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി എന്നായിരുന്നു VD സതീശൻ്റെ ഒരു വെല്ലുവിളി. ഈ വെല്ലുവിളി ഒരുപക്ഷെ അവിടെ വലിയ തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ടാവും എന്ന് തന്നെ ഞാൻ കരുതുന്നു. കേരളത്തിലെ 100-ൽ പരം സീറ്റുകൾ നേടി UDF വലിയ വൻതോതിൽ വിജയിച്ചു വരുമെന്ന് പറയുകയും എന്നാൽ മുഹമ്മദ് ഷിയാസിന് സീറ്റ് മേടിച്ചു കൊടുക്കൽ മാത്രമാണ് തന്റെ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത നേതാവാണ് VD സതീശൻ. രാജേഷ് നമസ്കാരം. നമസ്കാരം രാജേഷ്, നമ്മൾ ഈ 110 സീറ്റിലാണ് VD സതീശൻ ടീം UDF അധികാരത്തിൽ വരുന്നത്. 101 കുഴപ്പമില്ല, 100-ൽ മുകളിലാവണം. പക്ഷേ 90 താഴേക്ക് പോയി കഴിഞ്ഞാൽ VD സതീശന് വനവാസത്തിന് കൊണ്ടുവരും. കാരണം വനവാസം എന്ന് പറയുന്ന റിസോർട്ട് ഇപ്പോൾ ഓൾറെഡി വാഗമണിൽ പുള്ളിയെ ഉദ്ഘാടനം ചെയ്തത്. പുള്ളിയാണ് തന്നെ ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ പുള്ളി അങ്ങോട്ട് പോകുന്നതിനെ കുറിച്ചാണോ പറഞ്ഞത് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും സംഭവമുണ്ട്. അപ്പോൾ 90 സീറ്റെങ്കിലും ഏറ്റവും കുറഞ്ഞത് നേടിയേ പറ്റൂ. എറണാകുളം ജില്ലയിലെ കൊച്ചി എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് അവിടെ KJ മാക്സിയും അതോടൊപ്പം തന്നെ മുഹമ്മദ് ഷിയാസ് DCCയുടെ സമുന്നതനായ പ്രസിഡന്റാണ്. അദ്ദേഹം കേരളത്തിലെ തന്നെ ഏറ്റവും മിടുക്കനായിട്ടുള്ള DCC പ്രസിഡന്റാണ്. പക്ഷേ കൂടുതലായിട്ട് അഗ്രസീവ് ആവുന്നുണ്ടോ അദ്ദേഹം, അല്ലെങ്കിൽ ഒരു യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് രീതിയിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ. അതുകൊണ്ടല്ല, അത് അദ്ദേഹം VD സതീശന്റെ വളരെ അടുത്ത ആളായതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ചും കൂടി ആവേശം കൂടി പോകുന്നത്. പക്ഷെ ജയിച്ച് MLA ആവേണ്ട ഒരാളാണ്. കാരണം തീർച്ചയായും ഞാൻ പറയാൻ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ അൻവർ സാദത്തിന് മുമ്പ് തന്നെ MLA ആവേണ്ടിയിരുന്ന ഒരു കക്ഷിയാണ് ഈ മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്നത്. അതേമാതിരി തന്നെ കാരണം അദ്ദേഹത്തിന്റെ KSU കാലഘട്ടം പോരാളിയാണ്, നമ്പർ 1 പോരാളി. അദ്ദേഹത്തിന്റെ അപ്പുറത്ത് പോരാളി യൂത്ത് കോൺഗ്രസ് പോരാളി അല്ലെങ്കിൽ കോൺഗ്രസ് പോരാളി എന്ന് പറഞ്ഞാൽ അത് മുഹമ്മദ് ഷിയാസാണ്. അത് ഒറ്റ പേരേ ഉള്ളൂ. പോരാളി എന്ന് പറയേണ്ട ആവശ്യമില്ല. മുഹമ്മദ് ഷിയാസ് എന്ന് പറഞ്ഞാലും തെറ്റുണ്ടാവില്ല. എങ്ങനെ നോക്കിക്കാണുന്നു ഇവിടെ കൊച്ചിയിലെ രാഷ്ട്രീയത്തെ? അല്ല, മുഹമ്മദ് ഷിയാസ് പോരാളിയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാരണം എനിക്ക് വളരെ അടുത്ത് ബന്ധമൊക്കെയുള്ള ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് ശരിക്കും മത്സരിപ്പിക്കേണ്ടിയിരുന്നത് കളമശ്ശേരിയിലായിരുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇലക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് മത്സരിപ്പിക്കേണ്ടത് കളമശ്ശേരിയാണെന്ന് പറയുന്ന അർത്ഥമില്ല. മാത്രമല്ല കളമശ്ശേരി UDFലെ വേറൊരു ഘടകകക്ഷി മുസ്ലിം ലീഗിൻ്റെ സിറ്റിംഗ് സ്ഥലമാണ്. കഴിഞ്ഞ പ്രാവശ്യം തോറ്റുപോയെങ്കിൽ പോലും അവർക്ക് ക്ലെയിമുള്ള സ്ഥലമായതുകൊണ്ട് അത് വെച്ച് മാറാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിൽ പോലും അവസാനം നടന്നില്ല. പക്ഷേ മുഹമ്മദ് ഷിയാസ് അവിടുത്തെ കൊച്ചിയിലെ സിറ്റിംഗ് MLA ആയിരിക്കുന്ന KJ മാക്സിക്കെതിരെ മത്സരിക്കാൻ പോകുമ്പോൾ തന്നെ അതിൽ ചില അപകടങ്ങളുണ്ടായിരുന്നു, അപകടങ്ങൾ മണത്തിരുന്നു എന്നുള്ളത് സംശയമില്ല. പക്ഷേ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു VD സതീശനും ക്യാമ്പും. അദ്ദേഹം അവിടെ വളരെ ആത്മാർത്ഥതയോടുകൂടി വർക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ശരിയാണ്. പക്ഷേ KJ മാക്സിയെ പരാജയപ്പെടുത്തുക അത്ര എളുപ്പമല്ല. കാരണം ഒന്ന്, വളരെ ഉറച്ച ഒരു LDF മണ്ഡലമാണ് കൊച്ചി എന്നുള്ളത് കൊണ്ട് തന്നെ കൊച്ചിയിൽ ഒരു KJ മാക്സിക്ക് അവിടെ വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ ബന്ധങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നല്ല ആത്മബന്ധമുള്ള ഒരു സ്ഥലമാണ് കൊച്ചി. പക്ഷേ മുഹമ്മദ് ഷിയാസിന് അങ്ങനെ ആത്മബന്ധമില്ലാത്തൊരു സ്ഥലം കൂടിയാണ്. കാരണം അദ്ദേഹം DCC അധ്യക്ഷനാണ്, ശരിയാണ്. അദ്ദേഹത്തിന് നഗരത്തിൽ വലിയ വേരുകളുണ്ട്. അത് എറണാകുളം നഗരത്തിൽ നല്ല വേരുകളുണ്ട്. കളമശ്ശേരി മാത്രമല്ല, ആലുവയിലും കളമശ്ശേരിയിലും പെരുമ്പാവൂരിലും തുടങ്ങി എല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസ് വേദികളിലൊക്കെ വലിയ ഉണ്ടെങ്കിൽ പോലും കോൺഗ്രസ് മാത്രം വിചാരിച്ചാൽ ഒരാൾക്ക് ജയിച്ച് കയറാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വെറും കോൺഗ്രസ് വേദികളിൽ മാത്രമല്ലല്ലോ വേരുകൾ വേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസിന് വലിയേറ മലയാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. പക്ഷേ അവിടെ ഉണ്ടായ മറ്റൊരു പ്രശ്നം എന്ന് പറയാം, ഇപ്പം കൊച്ചി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ലത്തീൻ വോട്ടുകൾ വളരെ നിർണായകമായ ഒരു സ്ഥലം കൂടിയാണ്. നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്, ലത്തീൻ വോട്ടുകൾ വളരെ നിർണായകമായ എറണാകുളത്തെ 3-4 മണ്ഡലങ്ങളിൽ ഒന്ന് വൈപ്പിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതേ സ്വഭാവമുള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്ന കൊച്ചി എന്ന് പറയുന്നത്. ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി ഒക്കെ അടങ്ങുന്ന സ്ഥലമാണല്ലോ. അവിടെ ലത്തീൻ സഭയുടെ ചില സമ്മർദ്ദങ്ങൾ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി എന്നായിരുന്നു VD സതീശൻ്റെ ഒരു വെല്ലുവിളി. ഈ വെല്ലുവിളി ഒരുപക്ഷെ അവിടെ വലിയ തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ടാവും എന്ന് തന്നെ ഞാൻ കരുതുന്നു. പക്ഷേ അതിനകത്ത് വേറൊരു വശം കൂടെ അവിടെ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഈ ഇത്രയും വലിയ ഒരു വാചകമടിയൊക്കെ VD സതീശൻ നടത്തിയെങ്കിലും പിന്നീട് എറണാകുളം MP ആയിട്ടുള്ള ഹൈബീഡനെയും കൂട്ടിക്കൊണ്ട്, ഹൈബീഡന് ലത്തീൻ സമുദായവുമായിട്ട് ഭയങ്കര അടുത്ത ബന്ധമാണ്. അപ്പോൾ ഈ എല്ലാ ലത്തീൻ സഭ ഇടവകളിൽ കൂടെയും VD സതീശൻ സന്ദർശനം നടത്തിയെന്ന് നമുക്കറിയാൻ വേണ്ടി. അതൊക്കെ വേണ്ടും. കാരണം രാഷ്ട്രീയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ്. കൊടുത്തും കൊണ്ടും നേടിയും ഒക്കെ തന്നെയാണല്ലോ രാഷ്ട്രീയത്തിൻ്റെ മുന്നേറുക എന്ന് പറയുന്നത്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ കൊടുക്കേണ്ടി വരും. കാരണം ചില വിശ്വാസങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ചില സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ ആവശ്യമുണ്ടാവും. ചില അടികൾ കൊടുക്കേണ്ടി വരും. ചില സ്ഥലത്ത് നിന്ന് അടി വാങ്ങേണ്ടി വരും, കല്ലേറുകൾ വാങ്ങേണ്ടി വരും, പഴി കേൾക്കേണ്ടി വരും. ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ അവിടെ ഉണ്ടായൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ KJ മാക്സിയെ പപ്പടം പോലെ പൊട്ടിക്കും എന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രയോഗം. പരസ്യമായി പറഞ്ഞതല്ലെങ്കിൽ പോലും പക്ഷേ പബ്ലിക് ഡൊമൈനിൽ അത് വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു സംഭവമാണ്. KJ മാക്സിയെ പപ്പടം പോലെ പൊട്ടിക്കുമെന്നും അതുപോലെ തന്നെ ആണുങ്ങളോട് ഏറ്റുമുട്ടിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ തവണ
ടോണി ചമ്മണിയായിരുന്നു എതിരാളി. അപ്പോൾ അദ്ദേഹം ആണല്ല എന്നുള്ളൊരു പ്രയോഗം വരെ അവിടെ ഉണ്ടായി എന്നുള്ളത് ഒരു വലിയ ഡൊമിനിക് പ്രസന്റേഷൻ ആയിരുന്നു. അപ്പോൾ 2 തവണ അദ്ദേഹം തോൽപ്പിച്ചത് 2 പ്രഗത്ഭരെയായിരുന്നു. കാരണം ഡൊമിനിക് പ്രസന്റേഷൻ മുൻ MLA-യും മന്ത്രിയൊക്കെ ആയിരുന്ന ആളാണ്. കോൺഗ്രസിന്റെ വളരെ പ്രഗത്ഭനായ നേതാവാണ്. UDF ജില്ലാ ചെയർമാൻ. അതെ, സ്റ്റേറ്റിൽ തന്നെ വളരെ പ്രഗത്ഭനായ നേതാവായ ഒരാളാണ്. പിന്നീട് ടോണി ചമ്മണി എന്ന് പറയുന്നത് അദ്ദേഹം കോൺഗ്രസിന്റെ വളരെ പ്രഗത്ഭ നേതാവാണ്. മുൻ നഗരസഭ മേയറാണ്. ഇപ്പോഴും അദ്ദേഹം സ്ഥാനാർത്ഥിയായിരുന്നു. വൈപ്പിനിൽ മത്സരിക്കുകയും ജയിക്കാൻ സാധ്യത പോലുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. പക്ഷെ ഇവരെയൊക്കെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് ആണുങ്ങളെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞത്. അതൊക്കെ ഒരു തരം. പക്ഷേ എനിക്കിനത് വേറൊരു കാര്യം പറയാനുള്ളത് അറിയോ, ആ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയത് ക്രൈം നന്ദകുമാറുമായിട്ടുള്ള പേഴ്സണൽ, അതാ പറഞ്ഞ പേഴ്സണൽ ടോക്കിലാണെങ്കിൽ പോലും അത് പിന്നീട് പബ്ലിക് ഡൊമൈനിൽ അത് വരികയും ചർച്ച ചെയ്യപ്പെടുകയൊക്കെ ചെയ്തു. ടോക്കൊക്കെ എടുത്ത് പുറത്തേക്ക് ഇടുക എന്ന് പറയുന്നത്. ഞാനത് ഈ ഇലക്ഷൻ സമയത്ത് നമ്മൾ എപ്പോഴും ഈ സ്ഥാനാർത്ഥികൾ പ്രത്യേകിച്ചും വളരെ ശ്രദ്ധയോടുകൂടി വേണം കാര്യങ്ങളെ നീക്കാൻ വേണ്ടിയിട്ട്. രാഷ്ട്രീയ നേതാക്കന്മാരും ഇലക്ഷൻ സമയത്ത് വലിയ എല്ലാവർക്കും വിഷം ഉണ്ടാകുന്ന സമയം കൂടിയാണ്. ഒരു ചെറിയ ഒരു നാക്ക് വീഴാ മതി ഒരാളുടെ പരാജയത്തിലേക്കൊക്കെ പോകാൻ എന്നുള്ളത്. നമുക്ക് ഇതുവരെ ബന്ധമില്ലാത്തൊരു സംഭവം ഞാൻ പറയാം. അതായത് തൃത്താലയിൽ എന്തുകൊണ്ട് VT ബൽറാം തോറ്റു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു നാക്ക് വീഴ കൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം അവിടെ AKGക്കെതിരെ നടത്തിയ ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിൻ്റെ ഒരു തോൽവിയിലേക്ക് നയിച്ചത്. അതുപോലെ ഇത്തരം വിഷയങ്ങളിൽ എതിരാളികളെ നേരിടുന്ന സമയത്ത് രാഷ്ട്രീയപരമായി മാത്രമുള്ള സംസാരമേ പാടുള്ളൂ, വികസനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമേ പാടുള്ളൂ. അല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള ചില വെല്ലുവിളികൾ നടത്തുക എന്നൊക്കെ പറയുന്നതും അതുപോലെ തന്നെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. UDF തീരെ സാധ്യതയില്ലാത്ത സ്ഥലമാണെന്നും ഞാൻ പറയില്ല. പക്ഷേ എങ്കിൽ പോലും കഴിഞ്ഞ 2 ടേമിലായിട്ട് അവിടെ UDF ദുർബലമായ ഒരു സ്ഥലം തന്നെയാണ് കൊച്ചി. അതുകൊണ്ട് കൊച്ചിയിൽ നമുക്കറിയാം, കൊച്ചി എന്ന് പറയുന്നത് നിലവിൽ നേരത്തെ ഉണ്ടായിരുന്ന മണ്ഡലമല്ല. ഈ 2011 തൊട്ട് ആണ് കൊച്ചി എന്ന് പറയുന്നത് ഇപ്പം കാണുന്ന കൊച്ചി ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ പള്ളുരുത്തിയൊക്കെ ഉണ്ടായിരുന്നത് പോലെയുള്ളൊരു മണ്ഡലമല്ല. അതുകൊണ്ട് അവിടെ തിരിച്ചുപിടിക്കാൻ പറ്റാത്തൊരു സ്ഥലമൊന്നുമല്ല എന്നുള്ളത് നമുക്കറിയാം. മണ്ഡലം പുനഃക്രമീകരിക്കുന്നതിന് മുമ്പ് ഇബ്രാഹിം കുഞ്ഞൊക്കെ ജയിച്ച സ്ഥലം കൂടിയാണ്. അദ്ദേഹം മന്ത്രിയായിരുന്നതൊക്കെ മട്ടാഞ്ചേരി ആയിരുന്നു. പഴയ മട്ടാഞ്ചേരിയും പള്ളുരുത്തിയൊന്നും അല്ല ഇപ്പോഴത്തെ എന്നുള്ളത് കൊണ്ട് അത്ര എളുപ്പമല്ലെങ്കിൽ പോലും ഒരുപക്ഷെ മുഹമ്മദ് ഷിയാസ് കടന്നുകൂടായിക്കൂടുകയൊന്നുമില്ല. അത് നേരത്തെ പറഞ്ഞ പോലെ, ഞാൻ മറ്റ് എപ്പിസോഡിലൊക്കെ പറഞ്ഞ പോലെ, ഒരു സുനാമി ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും മുഹമ്മദ് ഷിയാസ് അവിടെ ജയിച്ചു കയറും. അല്ലാത്ത എങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഏറ്റവും വലിയൊരു വെല്ലുവിളി ഷിയാസ് അവിടെ നേരിടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VD സതീശന്റെ ഈ പ്രസ്താവനയാണ്. കാരണം അതെ ലത്തീൻ സഭയുമായി ബന്ധപ്പെട്ട് ആ വോട്ട് ബാങ്ക് ഒക്കെ കയ്യിൽ വെച്ചാൽ മതി എന്നുള്ളതാണ്. പിന്നെ അത് കൂടാതെ തന്നെ കൊച്ചി സീറ്റ് ലക്ഷ്യം വെച്ചിരുന്ന മറ്റ് സഭയുടെ ചില നോമിനികൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ അവിടെ പ്രതിഫലിക്കും. അല്ല, അത് സഭ നേരത്തെ തന്നെ ഈ കോൺഗ്രസ് നേതൃത്വത്തോട് വളരെ കൃത്യമായി പറഞ്ഞതാണ്. നിങ്ങൾ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമ്പോൾ തീർച്ചയായും ഞങ്ങൾക്ക് കൂടി താല്പര്യമുള്ള അല്ലെങ്കിൽ ഞങ്ങൾക്ക് കൂടി സ്വീകാര്യനായ ഒരാളെ വേണം സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കാൻ. പക്ഷേ നമ്മൾ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഇതിൻ്റെ കൂടെ കൂട്ടി വായിക്കേണ്ട ഒരു സാധനമാണ്. കേരളത്തിൽ 100-ൽ പരം സീറ്റുകൾ നേടി UDF വലിയ വൻതോതിൽ വിജയിച്ചു വരുമെന്ന് പറയുകയും എന്നാൽ മുഹമ്മദ് ഷിയാസിന് സീറ്റ് മേടിച്ചു കൊടുക്കൽ മാത്രമാണ് തൻ്റെ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത നേതാവാണ് VD സതീശൻ. അതുകൊണ്ട് തന്നെ VD സതീശന് അത്തരത്തിലുള്ള ചില പോരായ്മകൾ ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ മുഹമ്മദ് ഷിയാസിന് വേണ്ടി ഈ സീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റെല്ലാ ആളുകളെയും വെറുപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. സഭയെ വെറുപ്പിക്കാതെ സഭയുടെ നിർദ്ദേശം കൂടി അനുസരിച്ച് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ KJ മാക്സിയെ വളരെ ദയനീയമായി പരാജയപ്പെടുത്താൻ പറ്റുമായിരുന്നു. നമ്മുടെ കാണാം, എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് നിഷേധിക്കാൻ തന്നെ കാരണം ഷിയാസിന് സീറ്റ് പെരുമ്പാവൂർ നൽകാൻ വേണ്ടിയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിരുന്ന ഒരു തീരുമാനം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെരുമ്പാവൂര് മുഹമ്മദ് ഷിയാസിനെ സ്ഥാനാർത്ഥിയാക്കാനും അതിനുശേഷം എൽദോസ് കുന്നപ്പള്ളിയെ DCC പ്രസിഡന്റ് ആക്കാനുമായിരുന്നു തീരുമാനം. അതിനു വേണ്ടിയിട്ടാണ് എൽദോസ് കുന്നപ്പള്ളിയെ മാത്രം മാറ്റുന്നത്. അല്ലെങ്കിൽ പിന്നെ PK ശശിയെ സ്ഥാനാർത്ഥിയാക്കാമെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് എന്താണ് പ്രശ്നമുള്ളത്? അല്ല, അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചില തീരുമാനങ്ങളൊക്കെ വലിയ വിഷയമുണ്ട്. പിന്നെ മാത്രമല്ല ദീപ്തി മേരി വർഗീസ് അവിടെ മത്സരിക്കാൻ വേണ്ടിയിട്ട് വലിയ നീക്കങ്ങൾ പോസ്റ്റ് അടിച്ചിരുന്നു. അത്തരത്തിലുള്ള കുറേ വിഷയങ്ങൾ കോൺഗ്രസിന് വലിയ രീതിയിൽ ദുഷ്പേരുണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ തിരിച്ചടിക്ക് കാരണമാക്കിയിട്ടുണ്ട് നമ്മൾ കാണേണ്ടതുണ്ട്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഒരു പക്ഷേ വലിയ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ആഞ്ഞടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആഞ്ഞടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മുഹമ്മദ് ഷിയാസ് അവിടെ വിജയിച്ച് കയറും എന്ന് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് മുഹമ്മദ് ഷിയാസ് എന്നുള്ള നേതാവിനോട് നമുക്ക് വലിയ ബഹുമാനവും മതിപ്പൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം പോയി നിന്ന സ്ഥലം അത്ര സേഫ് ആയിരുന്നില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തോട് കുറച്ച് നമുക്ക് സിമ്പതിയുണ്ട്.